ചിറകടിയായി ജനലരികിൽ കുറുകി വരും കുളിരലയായി. ഹലോ ഗായ്സ്, നമുക്ക് ജർമ്മൻ കൊളീഗ്സിൻ്റെ കൂടെ ഒന്ന് ഫ്രാങ്ക്ഫർട്ട് വരെ ഒന്ന് പോയി വന്നാലോ? ഞങ്ങൾക്ക് എല്ലാ വർഷവും ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ബെഡ് ട്രിപ്സ് ഹൗസ്ഫ്ലോക്ക് ഉണ്ട് കേട്ടോ. അതായത് ഒരു 1 ഡേ ട്രിപ്പ്. ഇപ്രാവശ്യം ഞാൻ പോകുന്നത് ഫ്രാങ്ക്ഫർട്ടിലേക്കാണ്, അതും എൻ്റെ ജർമ്മൻ കൊളീഗ്സിൻ്റെ കൂടെ. ഞാൻ എത്തിയത് കറക്റ്റ് ടൈമിലാട്ടോ. ജർമ്മൻസിൻ്റെ പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 8:30-ക്കാണ് നമ്മുടെ ബസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതിന് മുൻപേ ഞാൻ എൻ്റെ കൊളീഗ്സിനെ എല്ലാം കണ്ടു, അവരെല്ലാം ഗ്രീറ്റ് ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ പേഴ്സണൽ റാറ്റ് വേണ്ട അഡ്വൈസും അതുപോലെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു തുടങ്ങി. പങ്ക്ച്വാലിറ്റി മാത്രമല്ല കേട്ടോ, ഡാറ്റ ഇൻഷുറൻസ് അഥവാ ഡാറ്റ പ്രൈവസിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരുടെയും പെർമിഷൻ കൂടാതെ നമുക്ക് അവരുടെ ഫേസ് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാട്ടോ ഞാനിവിടെ ബ്ലറായിട്ട് കാണിക്കുന്നത്. പിന്നെ ഞാനിവിടെ എൻ്റെ കൊളീഗ്സിൻ്റെ ഫേസ് കാണിക്കുന്നുണ്ട്, അത് അവരുടെ പെർമിഷനോട് കൂടിയാട്ടോ. 16 Uhr wird wieder Abfahrt sein in Frankfurt von dort, wo ihr aussteigt. Aber die Kolleginnen und Kollegen, die mitfahren im Bus, werden es euch nochmal sagen. Euch alle einen schönen Tag und hier gibt es noch was zu essen und zu trinken. നമുക്ക് വേണ്ടിയിട്ട് ഫ്രൂട്ട്സും ബ്രെഡ്സും വെള്ളവും എല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കതെല്ലാം പാക്ക് ചെയ്തെടുക്കാമായിരുന്നു. ഞങ്ങൾ കുറച്ച് പാക്ക് ചെയ്തെടുത്തു. ഇതൊരു 5 യൂറോയുടെ ട്രിപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ ഗൈസ്, ഈ ട്രിപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ പേ ചെയ്തത് വെറും 5 യൂറോ മാത്രമാണ്. ഇന്നത്തെ ഹൗസ്ഫ്ലോക്കിന് 2 ബസ്സുകളാണ് കേട്ടോ ഉള്ളത്. സാധാരണ 5 ബസ്സുകളോളം ഉണ്ടാവാറുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തവണ ഒത്തിരി ഹൗസ്ഫ്ലോക്കുകളുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ. അങ്ങനെ ഞാനും എൻ്റെ കൊളീഗ്സും ബസ് നമ്പർ 2-ൽ കയറി യാത്ര തുടങ്ങി. കൃത്യം 8:30-ക്ക് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നിന്ന് ഏകദേശം 1.5 മണിക്കൂറാണ് ഫ്രാങ്ക്ഫർട്ടിലേക്കുള്ളത്. പോകുന്ന വഴിയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളാട്ടോ ഇതൊക്കെ. അങ്ങനെ 10 മണി കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്രാങ്ക്ഫർട്ടിലെത്തി. ഇവരെല്ലാം കേട്ടോ എൻ്റെ കൊളീഗ്സ്. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടങ്ങി. സത്യത്തിൽ ഞാനൊരു ഐറ്റിനറിയും ഉണ്ടാക്കിയിട്ടില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ കൂടെ ഇന്ന് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവരുടെ കൂടെയാണ് ഇന്ന് എൻ്റെ ഈ സിറ്റി ടൂർ. ആദ്യം തന്നെ നമ്മൾ പോയത് ഒരു ചർച്ചിലേക്കായിരുന്നു. ഒരു കാം ആൻഡ് ക്വയറ്റ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് കോഫി കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കോഫി കുടിക്കാൻ ഞങ്ങൾ പോയത് ഗാലറിയയിലേക്കായിരുന്നു. പിന്നെ നമ്മൾ ഗാലറിയ ബിൽഡിങ്ങിൽ കയറിയതിന് ശേഷം ഓരോ സാധനങ്ങളും എടുത്ത് ട്രൈ ചെയ്തു തുടങ്ങി. ഇതാണ് സിഗ്രോൺ. ഷീ ഈസ് മൈ മെൻറ്റർ. ഷീ ഈസ് നോട്ട് ഓൺലി മൈ മെൻറ്റർ ബട്ട് ഓൾസോ വൺ ഓഫ് മൈ ക്ലോസ് ഫ്രണ്ട്സ് എമംഗ് മൈ കൊളീഗ്സ്. നമ്മൾ അവിടെ എല്ലാം തരാപ്പാരം നടന്നു. എന്നിട്ട് ഏറ്റവും ടോപ്പിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ പേ കാർഡ് ആട്ടോ ഇത്. ഞാനൊരു കോഫി ഓർഡർ ചെയ്തു. അതുപോലെ തന്നെ അവരെല്ലാവരും അവർക്ക് വേണ്ട ഐറ്റംസ് ഓർഡർ ചെയ്തു. എല്ലാവരും അവരവരുടെ ഡ്രിങ്ക്സ് നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. പിന്നെ എല്ലാവർക്കും ഷോപ്പ് ചെയ്യണമായിരുന്നു, അതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഞാനിവിടെ സ്ട്രീറ്റ്സിലൊക്കെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. എന്നാൽ ആദ്യമായിട്ടാണ് ഒരാൾ ഇതുപോലെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് പ്ലേ ചെയ്യുന്നത് കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു അത് കേൾക്കാനായിട്ട് കേട്ടോ. സമ്മർ ആയതുകൊണ്ട് തന്നെ സ്ട്രീറ്റ്സ് മുഴുവനും സൈക്ലിസ്റ്റ് ആയിരുന്നു കേട്ടോ. അവർക്ക് ഷോപ്പ് ചെയ്യണമായിരുന്നു, അതുകൊണ്ട് തന്നെ എല്ലാവരും അവരവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഓരോരോ ഷോപ്പിലേക്ക് പോയി. എനിക്ക് വേണ്ടിയിരുന്നത് ഷൂ ആയിരുന്നു. സിഗ്രോൺ ആണെങ്കിൽ വിൻ്റർ ജാക്കറ്റ് ആയിരുന്നു. അങ്ങനെ എല്ലാവരും ഒരു മീറ്റിംഗ് പോയിന്റ് പറഞ്ഞിട്ട് എല്ലാവരും ഓരോരോ ഷോപ്പിലേക്ക് പോയി. ഇതായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിച്ച ഷൂസ്. അങ്ങനെ ഞാൻ ബില്ലും പേ ചെയ്ത് പുറത്തേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കണ്ടത് ഇതുപോലെ സ്ട്രീറ്റ്സൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ വണ്ടിയായിരുന്നു.
ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും തന്നെ വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് മാർട്ട് ഹാലയിലേക്കായിരുന്നു കേട്ടോ. സാധാരണ ഒരു മാർക്കറ്റ് പോലെ അല്ലായിരുന്നു കേട്ടോ അത്. പല കൺട്രീസിൽ നിന്നുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ അവൈലബിൾ ആയിരുന്നു. പലതരത്തിലുള്ള ഫ്രൂട്ട്സും സ്പൈസസും മീറ്റ്സും കേക്ക്സും അങ്ങനെ പലതരത്തിലുള്ള ഐറ്റംസ് പല നാടുകളിൽ നിന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഞാനും ഒരു ബദാം ട്രൈ ചെയ്തു. 100.000 Queen. Das ist nichts. Wir haben 4 Millionen. Das ist so. Nee, das kann er nicht. അവിടെ ഉണ്ടായിരുന്ന ലേഡി ഞങ്ങൾക്ക് അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ആ സ്പൈസസ് ഒക്കെ എവിടെ നിന്നാണ് വരുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ പേര്, അങ്ങനെ പലതരത്തിലുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. Habanero ist Amerika. Mexiko vielleicht? Ja. Wir haben extra mexikanische Chilis hier. Alle Sorten. Cascabel zum Beispiel. Molita, Chipotle. Oder Ancho. Ancho ist der süße Chili. Was ist das? Ancho. Chili Ancho. Schärfe 2 bis 3. Moment. ചില്ലി ആൻഷോ. പലതരത്തിലുള്ള ഇറച്ചികൾ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ പ്രാവിൻ്റെ ഇറച്ചി കാണുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഇതാണ് ഗൈസ് പ്രാവിൻ്റെ ഇറച്ചി. പ്രാവിറച്ചി മാത്രമല്ല കേട്ടോ, ഇവിടെ മാനിറച്ചിയും കിട്ടും. Das sind mir richtig Rauschtekane. അങ്ങനെ ഞങ്ങൾ കഴിക്കാനായിട്ട് തീരുമാനിച്ച റെസ്റ്റോറൻറ്റിലെത്തി. എനിക്കവിടെ കൗതുകമായിട്ട് തോന്നിയത് മൊണാലിസ ഇരുന്ന് നൂഡിൽസ് കഴിക്കുന്നതായിരുന്നു. കണ്ടില്ലേ? Aber ich fand es trotzdem noch schön, dass ich sagen kann, ich war in dem Schuh. Jetzt noch ein Fotobuch machen. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു എക്സസൈസ് ഒക്കെ ആവാല്ലേ? കണ്ടില്ലേ? അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ലിക്കർ ഷോപ്പിൽ കയറി. ആ ലിക്കർ അല്ല കേട്ടോ ഈ ലിക്കർ, ഇത് ഓയിലും വിനാഗിരിയൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പുകളും സലാഡുകളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സിഗ്രൂൺ അവിടെ നിന്നിട്ട് ഒരു ഓയിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള മെഷറിങ് ബോട്ടിൽസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ള അത്ര അവർ ഫില്ല് ചെയ്ത് തരും.
പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയത് 5th ഫ്ലോറിലുള്ള ഒരു ബീച്ചിലേക്കാണ്. സത്യം പറഞ്ഞാൽ 5th ഫ്ലോർ വരെ നമ്മൾ ലിഫ്റ്റിൽ പോയിട്ട് അവിടെ നിന്ന് പിന്നെയും ഒരു ഫ്ലോറ് മുകളിലേക്ക് കയറണമായിരുന്നു. ഇത് ഞാൻ വിചാരിച്ചതുപോലെ അല്ലായിരുന്നു, ശരിക്കും ഒരു ബീച്ച് പോലെ തന്നെ. അവിടെ സ്വിമ്മിംഗ് പൂളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫാമിലി ആയിട്ട് പോകുന്നവർക്കൊക്കെ ആയാലും ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒത്തിരി ആക്ടിവിറ്റീസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഓഹോ, ഞാൻ ഇതിനു മുമ്പ് ഈ ബീച്ചിനെ കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടേ ഇല്ല കേട്ടോ. ഇതാദ്യമായിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് കേൾക്കുന്നത്, ഇവിടെ വരുന്നതും. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഇവിടെ ഉള്ളവർക്ക് തന്നെ എത്ര പേർക്ക് ഈ ബീച്ചിനെ കുറിച്ച് അറിയാമെന്ന് എനിക്കറിയില്ല, എങ്കിലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ പിന്നെ കുടിക്കാനായിട്ട് ഡ്രിങ്ക്സ് ഒക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ഒരു സിറ്റി ബീച്ച് ഹോം മെയ്ഡ് ലിമോനാഡേ ആയിരുന്നു. പിന്നെ അവരവർക്ക് വേണ്ടിയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ ഓർഡർ ചെയ്തു. പിന്നെ ഞങ്ങൾ ഒത്തിരി ഫോട്ടോസും വീഡിയോസും ഒക്കെ അവിടെ നിന്ന് എടുത്തു. നല്ലൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ ബസ് തിരിച്ച് 4 മണിക്ക് തന്നെ പോകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ട്രിപ്പ് പോയിട്ട് വരുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു സെയിം ഫീൽ തന്നെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. നമ്മൾ ഈ സ്ട്രെസ്ഫുൾ ലൈഫിൽ നിന്ന് ശരിക്കും ഈ 1 ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് വീണ്ടും റിജുവനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയതുപോലെ തോന്നി. അങ്ങനെ നമ്മൾ തിരിച്ച് ഹോസ്പിറ്റലിലെത്തി. എല്ലാ കൊളീഗ്സിനോടും ബായ് പറഞ്ഞു. ഇനി കാത്തിരിപ്പായി അടുത്ത വർഷത്തെ ഒരു ഔട്ട്ലുക്കിന് വേണ്ടിയിട്ട്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ ഫ്രം യുവർ ജാമ മല്ലു കപ്പിൾ.